ഇപ്പോൾ ശ്രീ ജനാർദ്ദനൻ ഒപ്പം ചേരുന്നുണ്ട്. നോക്കൂ, അങ്ങ് എങ്ങനെയാണ് ശ്രീനിവാസനെ ഓർക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് മദ്രാശിയിൽ വെച്ചിട്ടാണ് ശ്രീനിവാസനുമായിട്ട് പരിചയപ്പെടുന്നത്. ശ്രീനിവാസൻ ശക്തിക്കാർ കൂട്ടുകെട്ട് ഒരുപാട് പടർന്നു. വേറെയും മറ്റും പല ഭാഗങ്ങളിലും കൂടെ അഭിനയിക്കുകയും ശ്രീനിവാസൻ എഴുതിയ സ്ക്രിപ്റ്റിലെ നല്ല മനോഹരമായ കുറച്ച് വേഷങ്ങൾ ചെയ്യാൻ പറ്റുകയും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സൗഹൃദത്തുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്വന്തം സ്ഥലത്താകണം തളിപ്പറമ്പിൽ ഇവിടെ വന്നത് എന്റെ വീട്ടിലേക്ക് വൈക്കത്തേക്ക് പോകുന്ന വഴിക്കാണ് താമസം. കുറച്ച് വർഷമായിട്ടുള്ള പിന്നെയാണ് താമസിക്കുന്നത്. എന്തോ ഒരല്പം രോഗഗ്രസ്തമായി പോയി. അതുകൊണ്ട് വളരെ സ്മാർട്ടായിരുന്നു. എപ്പോഴും നമ്മുടെ മനസ്സിൽ സ്മരണകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്വഭാവമായിരുന്നു ശ്രീനിവാസന്റെ. അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി ചെയ്യുന്നുണ്ട്. ശ്രീ ജനാർദ്ദനൻ, ശ്രീനിവാസനെ പോലൊരാൾ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പോകുമ്പോൾ അത് മലയാള സിനിമയ്ക്കുണ്ടാക്കുന്ന നഷ്ടം എത്രമാത്രമാണ്? തീരാതെ ഇഷ്ടം തന്നെയാണ്. പിന്നെ വേറെന്തോ മലയാള തിരശ്ശീലമുള്ളിടത്തോളം കാലം ശ്രീനിവാസനെ മറക്കില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരാള് ജീവിച്ച് ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാ കാലവും അദ്ദേഹത്തെ ഓർക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ദുഃഖമുണ്ട്, നേരത്തെ ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത്രയുള്ളൂ. ആത്മാവ് വിശ്വാസി ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. ശരി ശ്രീ ജനാർദ്ദനൻ, എത്രയെത്ര മികച്ച കഥാപാത്രങ്ങളെയാണ് നമുക്ക് ശ്രീനിവാസൻ സമ്മാനിച്ചത്. എത്രയെത്ര മികച്ച തിരക്കഥകളാണ് മലയാളിക്ക് സമ്മാനിച്ചത്. എത്ര വട്ടം കണ്ടാലും മതിവരാത്ത സിനിമകളാണ് ശ്രീനിവാസൻ നമുക്ക് സമ്മാനിച്ചത്. ഒരുപക്ഷെ ഏതു കാലത്തും പ്രസക്തമായ വിഷയങ്ങൾ അവതരിപ്പിച്ച് മനുഷ്യനെ ചിരിപ്പിക്കുകയും അതിനപ്പുറം ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു അതുല്യ കലാകാരൻ ഇടവേള എടുക്കുകയാണ്.